guys, welcome back to my YouTube channel Malayalis Vlog. In the mode of the Kaina video of Baki at Makaina video of tools and set the channel hacking in Tola. But Nama video of hacking again. Apa in the hacking at Namapa, a location can do jam, or a number, either number or the R number or a number location can do jam. Adani I know a person upon the Eridam Kangan and Alipatula. അപ്പോൾ നമ്മൾ അയക്കണം നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഒരു ലിങ്ക് നമുക്ക് കിട്ടും ആ ലിങ്ക് അവരിലേക്ക് നമ്മൾ ഷെയർ ചെയ്യും ആ ലിങ്ക് അവരൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ തന്നെ അവരുടെ ഫോണാണെങ്കിൽ ഫോൺ ഹാക്ക് ചെയ്തെടുക്കാം അപ്പോൾ അതിലേക്ക് നമുക്ക് പോകാം അതിന് മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക അതിന് തൊട്ട് ചേർന്നുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക പിന്നെ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് വീഡിയോയിലേക്ക് പോകാം അവരെ ടൂൾസിൻ്റെ വീഡിയോ കാണാത്തവരൊക്കെ ഉണ്ട് ഞാൻ മേളിൽ താഴത്തെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട് മേളിൽ ഐ ബട്ടണിലും കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ കയറി കണ്ടോ പിന്നെ നമ്മുടെ ഗീവ് അവേയുടെ ആരും മറക്കരുത് അതിൻ്റെ ഞാൻ ഐ ബട്ടണിൽ കൊടുക്കാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതിൽ കയറി നിങ്ങൾ ഒന്ന് കമൻറ്റ് ഇടണം നമ്മൾ കമൻറ്റ് വിക്ര സെലക്ട് ചെയ്യും ഇവിടെ ഇപ്പോൾ മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ വേഗം അവസാനിപ്പിക്കുകയാണ് നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാം അതിനുശേഷം നമുക്ക് തുടങ്ങാം ഓപ്പൺ കഴിഞ്ഞു അപ്പോൾ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മൾ ചെയ്ത അവസാനം നമുക്കൊരു ലിങ്ക് നമുക്ക് കിട്ടും ആ ലിങ്ക് നമ്മൾ ഷെയർ ചെയ്യണം ആർക്കാന്ന് വെച്ചാൽ ഷെയർ ചെയ്യണം അത് അയാൾ ഓപ്പൺ ചെയ്ത് ആ ലിങ്ക് ഒന്ന് വെറുതെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അയാളുടെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാം അപ്പോൾ അതാണ് നമ്മൾ ഇന്നിവിടെ ചെയ്യണത് അപ്പോൾ നമുക്ക് നമ്മുടെ പണി തുടങ്ങാം നമുക്ക് ആദ്യം തന്നെ നമ്മുടെ കമാൻഡ്സൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്ത് വേണം പോകാൻ അപ്പോൾ നമ്മൾ ആദ്യം ടൈപ്പ് ചെയ്യേണ്ടത് നമ്മളെല്ലാവരും ഈ കമാൻഡ് ഒന്ന് എവിടെയെങ്കിലും എഴുതി സൂക്ഷിക്കുക അപ്പോൾ നമുക്ക് തുടങ്ങാം ആദ്യം തന്നെ നമ്മൾ pkg അപ്ഡേറ്റ് എന്ന് ടൈപ്പ് ചെയ്യുക അതിനുശേഷം pkg ഇൻസ്റ്റാൾ ഗിറ്റ് അതിനുശേഷം pkg ഇൻസ്റ്റാൾ php പരമാവധി നമ്മൾ ഈ കമാൻഡ്സൊക്കെ ഒന്ന് ഓർത്തിരിക്കാൻ ശ്രദ്ധിക്കുക അതിൻ്റെ pkg ഇൻസ്റ്റാൾ പൈത്തൺ അതിനുശേഷം ഒരു ലിങ്ക് ഉണ്ടാകും നിങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്യണേ ആ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ നിന്ന് എടുത്താലും മതി അപ്പോൾ ആ ഗിറ്റ് ക്ലോൺ മുതൽ sh വരെയും ആ സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾ ഓപ്പൺ ചെയ്ത് ആ ലിങ്ക് ഒന്ന് കോപ്പി ചെയ്ത് നമ്മൾ ടെർമെക്സ് വിൻഡോയിൽ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യണം പേസ്റ്റ് ചെയ്തിട്ട് അത് എൻ്റർ അടിക്കുമ്പോൾ ഇങ്ങനെ വരും അത് കഴിയുമ്പോൾ നമ്മൾ ls ടൈപ്പ് ചെയ്യണം ls ടൈപ്പ് ചെയ്തതിന് ശേഷം cd seeker എന്ന് ടൈപ്പ് ചെയ്യണം അതിനുശേഷം നമ്മൾ വീണ്ടും ls എന്ന് ടൈപ്പ് ചെയ്യണം അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ബാഷ് സ്പേസ് install.sh ഡോട്ട് ആയിട്ട് സ്പേസ് ഇല്ല കേട്ടോ അപ്പോൾ അവിടെ ഇൻസ്റ്റാൾഡ് ആയി കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ ആ സൈറ്റിൽ തന്നെ രണ്ടാമത്തെ ലിങ്ക് നമ്മൾ ഓപ്പൺ ചെയ്യണം നമ്മുടെ ngrok എടുക്കണതാണ് അപ്പോൾ ngrok നമ്മൾ ആ ലിങ്ക് കോപ്പി ചെയ്ത് നമ്മൾ ടെർമെക്സ് വിൻഡോ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യണം പേസ്റ്റ് ചെയ്യുമ്പോൾ ngrok ഇൻസ്റ്റാൾ ആവണം നമുക്ക് അവിടെ കാണാം അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ഇൻസ്റ്റാൾ ആവുന്നില്ലെങ്കിൽ ആ താഴെ വേറൊരു സൈറ്റും കൂടി കൊടുക്കുന്നുണ്ട് അതിനകത്ത് എങ്ങനെ ഇൻസ്റ്റാൾ ആക്കുന്നതെന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ അത് വായിച്ച് നിങ്ങൾ ചെയ്യാവുന്നതാണ് പിന്നെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് python 3 seeker.py
അപ്പോൾ അതും ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ അടുത്തത്, അപ്പോൾ നമ്മുടെ സീക്കർ ഇൻസ്റ്റാൾ ആവുന്നത് അവിടെ കാണാൻ പറ്റും നമുക്ക്. അപ്പോൾ ചെക്കിങ് സെർവർ സ്റ്റാറ്റസ് ഓഫ്ലൈനാണ് കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ടൈപ്പ് ചെയ്യണം ./seeker.py -t manual. അങ്ങനെ ടൈപ്പ് ചെയ്തതിന് ശേഷം ഏതാ എടുക്കേണ്ടതെന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ ഒന്നാമത്തത് നിയർ യു, അപ്പോൾ ഒന്നൊന്ന് നമ്മൾ ടൈപ്പ് ചെയ്യണം. എന്നുവെച്ചാൽ അത് എൻ്റർ അടിച്ച് വിടുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും ടൈപ്പ് ചെയ്യാം. ഞാനിപ്പോൾ വെറുതെ ജസ്റ്റ് ഹാക്കിംഗ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്തു. എന്ത് ടൈപ്പ് ചെയ്താലും നമുക്കവിടെ കുഴപ്പമില്ല, നമ്മുടെ ഇഷ്ടത്തിന് നമുക്കവിടെ ടൈപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അവിടെ പോർട്ടിൻ നമ്പർ 8080 കാണിച്ചിട്ടുണ്ട്, 8080. അപ്പോൾ അതാരും മറക്കരുത്, അത് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഓർത്തിരിക്കണം. അതിൻ്റെ നമ്മൾ ന്യൂ സെക്ഷൻ എടുക്കണം. ന്യൂ സെക്ഷൻ എടുക്കാൻ വേണ്ടി ലെഫ്റ്റിൽ നിന്ന് നമ്മൾ ഒന്ന് സ്ക്രോൾ ചെയ്താൽ മതി, ടോപ്പിൽ നിന്നായിട്ട് സ്ക്രോൾ ചെയ്യണം. അപ്പോൾ അപ്പോൾ ന്യൂ സെക്ഷനിൽ താഴത്തുണ്ട്, അതൊന്ന് ഓപ്പൺ ചെയ്യണം. അപ്പോൾ നമ്മൾ അതിനകത്ത് അടിക്കേണ്ടത് CD//sdcard എന്ന് ടൈപ്പ് ചെയ്യണം. അത് എൻ്റർ അടിച്ച് വിട്ട് അതിനുശേഷം LS എന്ന് ടൈപ്പ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ടൈപ്പ് ചെയ്യേണ്ടത് CP ngrok നമ്മുടെ $sign അത് കഴിഞ്ഞിട്ട് ഫുൾ ക്യാപിറ്റൽ ഹോം, H ക്യാപിറ്റൽ O ക്യാപിറ്റൽ M ക്യാപിറ്റൽ E ക്യാപിറ്റൽ ഹോം. അത് കഴിഞ്ഞ് അത് എൻ്റർ അടിച്ച് വിടണം. അത് കഴിഞ്ഞ് നമ്മൾ ടൈപ്പ് ചെയ്യണം CD. അത് കഴിഞ്ഞിട്ട് chmod +X*. അത് എൻ്റർ ചെയ്തതിന് ശേഷം നമ്മൾ LS എന്ന് ടൈപ്പ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഒരുവിധമൊക്കെ നമ്മുടെ ആയിട്ടുണ്ട്. നമുക്ക് ചെറിയൊരു പണി കൂടിയേ ഉള്ളൂ നമ്മുടെ ലിങ്ക് കിട്ടാൻ വേണ്ടി. അപ്പോൾ നമ്മൾ അടുത്തത് ന്യൂ സെക്ഷൻ ഒന്ന് ഓപ്പൺ ചെയ്യണം, മൂന്നാമത്തെ സെക്ഷൻ. അപ്പോൾ മൂന്നാമത്തെ സെക്ഷന് വേണ്ടി ഒന്ന് സ്ക്രോൾ ചെയ്ത് മൂന്നാമത്തെ സെക്ഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം അവിടെ ഇങ്ങനെ ടൈപ്പ് ചെയ്യണം ./ngrok http 8080. ഇത് നമ്മുടെ ആ സൈറ്റിൽ ഞാൻ മൂന്നാമത്തേലുണ്ട് സൈറ്റിൽ. അപ്പോൾ അതായാലും കോപ്പി പേസ്റ്റ് ചെയ്താലും മതി ടൈപ്പ് ചെയ്യുന്നതിന് ഭേദം. നിങ്ങളുടെ ഇഷ്ടത്തിന് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തോ. ഞാനിപ്പോൾ ഇവിടെ ടൈപ്പ് ചെയ്തു. അത് ചെയ്തതിന് ശേഷം നമ്മുടെ ഫോണിലെ ഹോട്ട്സ്പോട്ട് ഒന്ന് ഓൺ ആക്കണം. ഹോട്ട്സ്പോട്ട് ഓൺ ആക്കിയ അപ്പോൾ അവിടെ ഇത് വന്ന് അവിടെ സെക്കൻഡ് ഫോർവേഡ്, ആ രണ്ടാമത്തെ ഫോർവേഡിങ് എഴുതിയിരിക്കുന്ന ആ ലിങ്ക് ഒന്ന് കോപ്പി ചെയ്യണം. അത് കോപ്പി ചെയ്യാൻ ഭയങ്കര പാടാണ്, പിടിച്ചാൽ കിട്ടൂല. അത് കോപ്പി ചെയ്തതിന് ശേഷം നമുക്ക് ആർക്കാണ് അവരുടെ ആ വാട്സപ്പിലേക്കോ ഇൻസ്റ്റയിലേക്കോ ഫേസ്ബുക്ക് അങ്ങനെ എന്ത് സോഷ്യൽ മീഡിയാസിലേക്കും നമുക്ക് ടൈപ്പ് ചെയ്ത് ഷെയർ ചെയ്യാൻ പറ്റുന്ന എന്ത് സോഷ്യൽ മീഡിയാസിലേക്കും അവർക്ക് ഇടാം. അവർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് അതിൻ്റെ ഇത് കിട്ടും. അതിന് നമ്മൾ ഒന്നാമത്തെ സെക്ഷൻ പിന്നെ ഓപ്പൺ ചെയ്യണം. ഒന്നാമത്തെ സെക്ഷൻ ഓപ്പൺ ആവും. അപ്പോൾ അത് അവിടെ ഗൂഗിൾ മാപ്പ് എന്ന് കാണിച്ചിട്ടുണ്ട്, മാപ്പിൻ്റെ ലിങ്ക്, ആ ലിങ്ക് പിന്നെ മേളിൽ നമ്മുടെ ഫോണിൻ്റെ ഡീറ്റെയിൽസ് എല്ലാവരും കിട്ടും, ഓരോന്നുണ്ട്. ഇതൊക്കെ കോപ്പി ചെയ്യാൻ ഇച്ചിരി പാടാണ്, എന്നാലും നിങ്ങൾ ശ്രമിച്ച് ചെയ്യണം. ഫോണൊക്കെ ഒന്ന് റൊട്ടേറ്റ് ചെയ്തൊക്കെ ചെയ്യാൻ ശ്രമിക്കൂ. ഞാനിപ്പോൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കാണിച്ചു തരാം, സ്ക്രീൻ ശരിക്കും ചെറുതാവും, അതുകൊണ്ടാണ് ഞാൻ മറ്റേ രീതിയിൽ ചെയ്യണത്. റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് എളുപ്പം. അപ്പോൾ നിങ്ങൾ റൊട്ടേറ്റ് ചെയ്ത് ചെയ്യുക. അത് കോപ്പി ചെയ്ത് നമ്മുടെ മാപ്പ് ഓപ്പൺ ചെയ്യണം. ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് ആ സെർച്ച് ബാറിൽ ഉണ്ടെന്ന് സെർച്ച് ചെയ്താലും മതി. സെർച്ച് ചെയ്യണം.
സെർച്ച് ചെയ്യുമ്പോൾ വേറൊരു കാര്യമുണ്ട്, കാണിച്ചിട്ടാ. ആ നമ്പർ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അതിന് മുമ്പിൽ ആ സ്ലാഷ് മുതൽ മുമ്പിലേക്കൊന്നും വേണ്ട, പ്ലേസ് അതൊന്നും വേണ്ട. പിന്നെ ആ നടുക്കിൽ പ്ലസ് ഉണ്ടോ, ആ പ്ലസ് വേണ്ട. അതിന് പകരം നമുക്ക് കോമ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതായത് നമ്മുടെ ഒരു 200 മീറ്റർ ചുറ്റളവിൽ കാണാത്, 200 മീറ്റർ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടർ അടിച്ച് എന്തോരം വഴി കാണിച്ചു തരും എങ്ങനെ പോകേണ്ടതെന്നുള്ളത്. അങ്ങനെയൊക്കെയാണ് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റണത്. ഞാൻ നിൽക്കുന്ന ലൊക്കേഷനിൽ നിന്ന് അവിടേക്ക് എത്തണത് 290 മീറ്റർ ചുറ്റളവിലുള്ള നമ്പർ. അപ്പോൾ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി വിശ്വസിക്കുന്നു. അപ്പം നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ ഇടുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ താഴെ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐഡിയ കൊടുക്കുന്നുണ്ട്, അത് കയറുന്ന മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതാണ്.